ഹായ്, ഞാനൊരു IT എംപ്ലോയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു IT പ്രൊഫഷൻ എന്തൊക്കെ പ്രോബ്ലംസാണ് ഫേസ് ചെയ്യുന്നതാണ്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ മുന്നേയും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എനിക്കതിപ്പോൾ ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നി, ഷെയർ ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഒരുവിധപ്പെട്ട IT പ്രൊഫഷൻസും അവർ ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അവർക്ക് സിമിലർ കാര്യങ്ങളായിരിക്കും, അവർക്ക് ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, സോ നമ്മളൊരു IT ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യും. കുറച്ച് വർഷം അവിടെ നിൽക്കും, പഠിക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, ഫ്രം സ്ക്രാച്ച് ടു എൻഡ്. ഒരു മാക്സിമം പഠിക്കും. നമ്മൾ കുറച്ച് വർഷം അവിടെ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ സ്വിച്ച് ചെയ്യും. അപ്പം പുറമേയുള്ള ആൾക്കാർ നോക്കും, ഇവൻ ഒരു കമ്പനി നിന്നിട്ട് അടുത്ത കമ്പനിയിലോട്ട് സ്വിച്ച് ചെയ്യുന്നു, എന്തിനെന്താ സ്ഥിരതയില്ലേ അങ്ങനെയൊക്കെ. പക്ഷെ അതല്ല, നമുക്ക് സ്വിച്ച് ചെയ്യേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് കരിയർ ഗ്രോത്തും, പിന്നെ നമുക്ക് കുറച്ച് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അറിവിൽ സ്വിച്ച് ചെയ്യുന്നത് ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്വിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ പോകും. പിന്നെ ഇതൊരു പ്രശ്നം എന്ന് പറയുന്നത്, ചില കമ്പനികൾ, അതായത് കൂടുതലും MNC പോലുള്ള കമ്പനികൾ, ആ കമ്പനികളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് നൗഎഡേയ്സ് എല്ലാ കമ്പനികളും സർവീസ് ബേസ്ഡ് ആണ്, ഓൾമോസ്റ്റും സർവീസ് ബേസ്ഡ് ആണ്. അപ്പോൾ ആ സർവീസ് ബേസ്ഡ് കമ്പനികളിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് വർക്കിൻ്റെ ടൈം ഷോർട്ട് ടൈം വർക്കുകളായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, ചിലപ്പോൾ ലോങ് ടൈം ആയിരിക്കും, പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ലോങ് ടൈമാകും. ഇപ്പോഴത്തെ ഒരു IT-യുടെ വളർച്ച ഡിപ്പെൻഡ് ചെയ്ത് കൂടുതലും ഷോർട്ട് ടൈം വർക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ വർക്കിൻ്റെ ലോഡല്ല, വർക്കിൻ്റെ ഒരു കാലാവധി കുറയുന്നുണ്ട്. അത് കാരണം നമ്മൾ അടുത്ത വർക്ക് കണ്ടുപിടിക്കേണ്ട, അതായത് അടുത്ത ടാസ്ക്, അടുത്ത ജോബ് കണ്ടുപിടിക്കേണ്ടുള്ള ഒരു ഫോഴ്സ്ഫുള്ളി ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഈ നേരത്തെയൊക്കെ നമ്മൾ മിനിമം 3 years ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ അത്ര പോലും കിട്ടുന്നില്ല. നമുക്ക് ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് ആ എൻവയോൺമെൻറ്റ് നമുക്ക് ലൈക്കാവുന്ന സിറ്റുവേഷൻ കിട്ടുന്നില്ല. നമുക്ക് എൻവയോൺമെൻറ്റിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, കമ്പനി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. ആ സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ വേറെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോഴും നമ്മൾ 10th പാസ്സാകാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. ഞാനൊരു 90s കിഡാണ്. അപ്പോൾ അന്നത്തെ സിറ്റുവേഷൻസ് 10th പാസ്സാകാൻ കഷ്ടപ്പെടുന്നു, 12th പാസ്സാകാൻ കഷ്ടപ്പെടുന്നു, മീൻസ് ട്രൈ ചെയ്യുന്നു, നമ്മൾ എക്സാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഭയങ്കര. അത് കഴിഞ്ഞ് ഡിഗ്രി അത് കിട്ടാനുള്ളത്, ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു. അപ്പോൾ എഞ്ചിനീയറിംഗ് പാസ്സാവാൻ, ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടും, മീൻസ് ഞാനൊരു ഭയങ്കര ഒരു പഠിത്തക്കാരൻ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്തു. പിന്നെ ഒരു ജോലി കിട്ടാനുള്ള പ്രിപ്പറേഷൻ, സോ ലോട്ട് ഓഫ് പ്രിപ്പറേഷൻസ് ആർ ദെയർ. സോ അതുകൊണ്ട് ഇപ്പോഴും ആ പഠിത്തം സ്റ്റോപ്പ് ആവുന്നില്ല. നമ്മൾ അന്ന് പഴയ കാലത്ത് വിചാരിക്കും പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി മാത്രം, വേറെ പഠിത്തമൊന്നുമില്ല. ഞാൻ കൂടുതലും പഠിത്തം അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കേസല്ല. ജോലി ചെയ്യുക, ജോലിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യുക, അതിനുവേണ്ടി ആഡ് ചെയ്യുക, മീൻസ് അങ്ങനെയൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പഠിത്തത്തിന് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ അങ്ങനെ ആരും ഒന്നും പറയുന്നതല്ല. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പം കണ്ടിന്യൂസ്ലി പഠിത്തോളും, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഒരു കമ്പനി നിൽക്കുമ്പോൾ അടുത്ത കമ്പനി സ്വിച്ച് ചെയ്യണമെങ്കിൽ അവിടെയും പഠിത്തോളും. ഈ പഠിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതല്ല, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വേറെയാണ്. അതെല്ലാവർക്കും അറിയാം. ഈ വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷനായിട്ടുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ ചിലപ്പോൾ അറിയാമെന്നുള്ള കാര്യമായിരിക്കും ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല ആ സമയത്ത്. അതൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂ ആ ഒരു മോഡിലിരിക്കുമ്പോൾ, ആ ഒരു ഹോട്ട് സീറ്റിലിരിക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, ഓർത്ത് കിട്ടണമെന്നില്ല. ടേംസ് നമുക്ക് പറ്റില്ല. ആ ടേംസ് ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡബിൾ അല്ല. നമ്മൾ ചിലപ്പോൾ അത് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അവർ ചോദിക്കുന്ന ടേംസ് മനസ്സിലാവില്ല. കാരണം എല്ലാം കൂടെ എടുത്തിട്ട്, അതായത് നമ്മളൊരു എക്സാമിന്, ഈ ബോയ്സ് ചെയ്യുന്ന പരിപാടിയിൽ എക്സാമിന് 2 ദിവസം മുന്നേ, 1 ദിവസം മുന്നേ ഒക്കെ എടുത്താലും നേരത്തെ ഇട്ട് പഠിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പം. എൻ്റെ കയ്യിൽ കൊണ്ട് കുറേ പേപ്പേഴ്സും ബുക്കും ഇതൊക്കെ എങ്ങനെ ഞാൻ എഴുതി കൂട്ടുക വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും. ഓരോ ഇൻ്റർവ്യൂ ഞാൻ ഇത് എടുത്ത് വീണ്ടും ഞാൻ ഇത് വായിച്ച്, കാരണം ടൈംസ് നമ്മൾ മനസ്സിലാക്കണം. വർക്ക് ചെയ്യുന്ന പോലെയുള്ള സിറ്റുവേഷനിൽ ഇൻ്റർവ്യൂവിന്
പോകുന്നത്. ആ ടേംസ് നമ്മൾ ഓർത്തിരിക്കണം. പുതിയ ടേംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചിരിക്കണം. അത് വെച്ചിട്ടുള്ള പ്രോഗ്രാമിറ്റിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ ആൻസറുള്ളായിരിക്കണം. അങ്ങനെ കുറേ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇതിപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇല്ല, നമ്മൾ ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ഇതിന് രണ്ടില്ല. നമ്മൾ എവിടെയെങ്കിലും സെറ്റിലാവുന്നുള്ളത് ഇല്ല. സെറ്റിലാവുമെന്ന് വിചാരിക്കും, പക്ഷേ നടക്കില്ല. വീണ്ടും സ്വിച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ അത് കൂടുതലാണ്. ഇപ്പോഴത്തെ എയുടെ എല്ലാം അതിൻ്റെ ഡിപ്പെൻസ് ഉണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ബോംബിടുന്നുണ്ട്, അതിൻ്റെ ചർച്ചകളും അതും നമ്മളെ ബാധിക്കുന്നുണ്ട്. വർക്കിൻ്റെ കുറവ്, കമ്പനികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതുപോലെ എംപ്ലോയീസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പ്രഷർ എല്ലാം ഉണ്ട്. അപ്പം അതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം. അപ്പം പുറമെ നോക്കുമ്പം ഈ പറഞ്ഞ നമുക്ക് സേഫ്, നമ്മൾ AC റൂമിനകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു. ശമ്പളം ഒക്കെ തെറ്റില്ലാത്ത ശമ്പളമുണ്ട് എന്നാലും. അപ്പം നമ്മൾ ശമ്പളം വാങ്ങി നമ്മൾ ഭയങ്കര ആഡംബര ജീവിതം എന്നൊക്കെയാണ്. ഈ തിലകൻ്റെ ഷമീതിലകൻ പറഞ്ഞ പോലെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസം തോന്നും. പക്ഷേ ഇതിലോട്ട് കയറുമ്പോൾ അങ്ങനെ കറക്റ്റ് ഡയലോഗ് ഓർമ്മ വരുന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ പുള്ളി പറയുന്നത്. എക്സാക്ട്ലി മാച്ചബിൾ ആണ് ഈ നമ്മളെ ഈ വർക്ക് എന്ന് പറയുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ സൂപ്പറാണ്. അങ്ങനെ കയറിയുമ്പോൾ സിറ്റുവേഷൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരു IT എംപ്ലോയി ഇൻസ്റ്റയിൽ കണ്ട വീഡിയോ ആണ്. IT എംപ്ലോയി ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, വൈഫ് ഫുഡ് കൊടുക്കുന്നത്. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ട്രൂത്താണത്. അത് ഞാൻ ആ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പല ദിവസങ്ങളിലും പല സിറ്റുവേഷനിലും എനിക്ക് വർക്ക് എണീക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ എൻ്റെ വൈഫ് എനിക്ക് ഫുഡ് തരുകയും, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ട്. ഇനിയും ഉണ്ടാവുമായിരിക്കും. അത് അങ്ങനെയാണ്, നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് സ്ട്രഗിൾ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി. സർവേ ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ്. എന്തെങ്കിലും ഒരു ലാഗ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. നമ്മളവിടെ പിന്നെ നോട്ടീസ് ചെയ്യും, ടാർഗറ്റ് ചെയ്യും നമ്മളെവിടെയെങ്കിലും. ഇപ്പോൾ നമ്മളൊരു 10 ഗുഡ് തിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് മതി അവിടെ നമ്മളെ വിലയിരുത്തിക്കളയും. നമ്മളവിടെ ഇങ്ങനെ വരച്ചിട്ട് ടാർഗറ്റ് ചെയ്ത് പിന്നെ അവനെ എങ്ങനെയും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത്, അങ്ങനെ കുറേ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആ നല്ല കാര്യങ്ങൾ അവർ മറക്കും. അത് പ്രത്യേകിച്ചും എൻ്റെ കരിയറിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് സംഭവിക്കുന്നത് ഈ സാലറി ഇൻക്രിമെൻ്റ് സമയത്തൊക്കെ ആയിരിക്കും. അതിന് മുന്നേ നമ്മൾ മരിച്ചിരുന്ന് പണിയെടുക്കും. ഇൻക്രിമെൻ്റ് സമയത്ത് എന്തെങ്കിലും ഏണി വന്നിട്ട് ഒരു നെഗറ്റീവ് അടിക്കാൻ വേണ്ടി വരും. അത് നമ്മളെ വരുത്തി വയ്ക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്കെതിരെ വരുത്തി വയ്ക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടാവും, അവർ കൊണ്ട് വച്ചിട്ട് പോവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ. ഒരു സ്ട്രഗിളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻക്രിമെൻറ്റ് ഉദ്ദേശിക്കുന്നത് കിട്ടാണ്ട് വരും. അപ്പോൾ എല്ലാവരും ചോദിക്കും, നീ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പണിയെടുത്തിട്ട് നിനക്ക് ഇത്ര കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. അത് സിറ്റുവേഷൻ, ടൈമുണ്ട്. ഇതിനൊരു ലക്കും കൂടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ലക്കുണ്ട്. കുറേ ലക്ക്. നമുക്ക് കുടിക്കാൻ കോഫി ഇവിടം വരെ എത്തും, പക്ഷെ കുടിക്കാൻ പറ്റില്ല, അതൊക്കെ ഡ്രോപ്പായി. അതാണ് നമ്മളെ പ്രശ്നം. നമ്മളിപ്പോഴത് ഫേസ് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ട്സായിട്ട് കൊളീഗ്സായിട്ടൊക്കെ ഇരുന്ന് ചിലപ്പോൾ നല്ല സിറ്റുവേഷനിൽ അടുത്ത സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും, എങ്ങാണൊന്നും കിട്ടിയില്ലെങ്കിൽ വേറെ പണിയൊന്നും അറിയത്തുമില്ല, ഈ ഒരു പരിപാടി മാത്രമേ അറിയത്തുള്ളൂ, വേറെ എന്ത് പണിക്ക് പോവും, ഒരാളെ പോലും എടുത്ത് വയ്ക്കാൻ പോലും പറ്റണില്ല. ഇനി എങ്ങാണോ ഇപ്പം ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ തിങ്കിങ് ഉള്ള ആൾക്കാരുണ്ട്. അവർ ഇതും ചെയ്യും, സൈഡ് ബിസിനസ്സൊക്കെ ചെയ്യും. അപ്പം എന്നെപ്പോലെ ആൾക്കാർ സൈഡ് ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്താൽ ദൈവമേ അത് ഇനി ഇങ്ങനെ കൊണ്ടുപോകും, അത് പറ്റൂ, അത് തീർന്നു, അതും തീർന്നു. അതുകൊണ്ട് എടുത്ത് ചാടാനും വയ്യ. അതിൽ പല ഐഡിയാസും ഉണ്ട്, പക്ഷെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിനുള്ള ലേണിങ്സ്, അനാലിസിസ് എല്ലാം ചെയ്തിട്ട്
വർക്കൗട്ട് ആണെങ്കിൽ മാത്രം ഇറങ്ങുക, അതും പെൻഡിങ് ആണ്. കാരണം ഇതൊന്ന് സെറ്റാക്കിയാൽ മാത്രമേ അതും കൂടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്കിത് കളഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കളഞ്ഞിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തകടം മറിയും. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, എനിക്ക് ഇതൊരു ഓർമ്മയിൽ വയ്ക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് പിന്നീട് ഇത് ഒരു ക്ലൗഡിൽ സ്റ്റോർ ആകുമ്പോൾ എനിക്കിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഞാനന്ന് അനുഭവിച്ച സ്ട്രഗിൾസ് എന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാം. കാരണം ഞാൻ എല്ലാം ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ ആലോചിക്കും, കാണുമ്പോൾ എനിക്ക് അന്നത്തെ സിറ്റുവേഷനിൽ ഞാനിതൊക്കെ ഫേസ് ചെയ്തു, അന്ന് എന്തിനാണ് ഇത് വീഡിയോ ജസ്റ്റ് അന്നെങ്കിലും ഓർക്കും ഇൻ ഫ്യൂച്ചർ. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ റിലേറ്റബിളായിട്ട് തോന്നും. ഡെഫിനറ്റ്ലി അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ പറയാനുണ്ടാവും. അവർ ഈ കമൻസിൽ ചിലപ്പോൾ അത് ആഡ് ചെയ്യും. മേ ബി, കുഡ് ബി, എനിക്കറിയില്ല, അത് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ അധികം വീഡിയോ ഒന്നും ഇതേപോലത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാറുള്ളതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് വീഡിയോ ഷൂട്ടിങ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ. അതിനുള്ള അത്ര എക്സ്പീരിയൻസ് എനിക്കില്ല. ബട്ട് എന്തെങ്കിലും ഇതേപോലെ വരുമ്പോൾ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കിപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേ സൈഡിൽ കൂടെ ലേണിങ്സ് ഉണ്ട്, സ്വിച്ചിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു വീഡിയോ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ കടന്നു പോയതിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ, ഒരു റീൽ പോലെയെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. എന്താണ് അവിടുത്തെ എന്തൊക്കെ സിറ്റുവേഷൻ നമ്മൾ ആ ഒരു IT പ്രൊഫഷനിൽ ഫീൽ ചെയ്തത്. അത് ചിലപ്പം അത് എന്തിനാണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് അത് റിലേറ്റബിൾ ആവാൻ വേണ്ടിയാണ് റിലേറ്റബിൾ ആയിരിക്കാം. അപ്പോൾ അഭിപ്രായങ്ങളും അവരെ കമൻസും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അതിന് വേണ്ടിയായിരുന്നു അത് ചെയ്യും.